ഞാനിന്ന് ചെയ്യാൻ പോകുന്നതാണ് ബിരിയാണിയിലെ ഗ്രേവിയാണ് ഗൈസ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയിലെ ഗ്രേവിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയാലോ, നേരെ വീഡിയോയിലേക്ക് പോകാലോ. അപ്പോൾ നമ്മൾ നല്ല ഒരു വല്ല വട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇതൊന്ന് ചൂടായിട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ ചൂടായി നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. സൂക്ഷിക്കണേ, കടുക് തെറിക്കും. നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. 4 ഉള്ളി ആട്ടോ എടുത്തത്. വാടുന്ന വരെ മതി കേട്ടോ. ഗൈസ്, വാടാനാവുന്നുണ്ട്. ഇത് സൂപ്പർ മസ്റ്റ് ട്രൈ ചെയ്യുക ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അതാകുമ്പോൾ വേഗം വാടും കേട്ടോ. ചൂടിട്ട് കൊടുക്കാം. അപ്പോൾ വാടാനായിട്ടുണ്ട്. എൻ്റെ ഏച്ചിയുണ്ട് ഇവിടെ. ഇപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി വാടിയിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരിത്തിരി സ്പൈസി ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയേ. ഏറ്റുവിനെ കുറച്ച് സഹായിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് അതിലേക്ക് ചേർക്കാനായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് അത് വാടിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഇത് റെസ്റ്റിൽ വെക്കാം, 5 മിനിറ്റ്. അടുത്തതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി കൂടി ഇട്ട് കൊടുക്കുക, ഒരു തുള്ളിക്ക്. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ബാക്കി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം കൂട്ടി അങ്ങ് ഇളക്കി കൊടുക്കാം.
നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇത് മൂടി വെക്കാം. സിമ്മിലാക്കിയിടണേ. താന് കത്തുന്നുണ്ട് കേട്ടോ. അടി പിടിക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അടി പിടിച്ചില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, കുരുമുളക് പൊടി ഇടും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എത്ര കുരുമുളക് പൊടി വരുവാണെന്ന്. ഈ ചിക്കൻ വന്നില്ല, അപ്പോൾ ഗ്രേവിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ചിക്കൻ വന്നപ്പോൾ അതിൽ തീരെ എത്തിയിട്ടുണ്ടാവില്ല, ചിക്കനിൽ പിടിക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കുരുമുളക് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കുറച്ച് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇഞ്ചി പേസ്റ്റ് ഇല്ലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇനി വീണ്ടും കുറച്ച് നേരം മിക്സ് ചെയ്യാം. കുറച്ച് മുളക് പൊടി ഇത് മതി. കാശ്മീർ ചില്ലിയാണ്, ഇത് മതി. നല്ലോണം ഇളക്കി കൊടുക്കാം. ++ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അതിന് 1 മുതൽ 10 വരെ ഉണ്ട് ക്ലാസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണം താഴെ വീഡിയോയിൽ ഇടുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് 10 വരെ അടിപൊളി ക്ലാസ്സാണ്, ഞാൻ കേട്ട് നോക്കിയിട്ട്. അത് എന്താ പറയുക, ഫണ്ണി ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം, അതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പഠിച്ച് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങും. ഞാൻ അതിൽ കുറേ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് തുടങ്ങിയപ്പോൾ എനിക്ക് ഇത്തിരി മെച്ചപ്പെട്ടത് പഠിത്തത്തിൽ. അപ്പോൾ എല്ലാവർക്കും വേണേൽ താഴെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അതിൽ ചേരട്ടോ. അപ്പോൾ അത് നമ്മളെ നല്ല വെന്തിട്ടുണ്ട്. വെന്തിട്ടല്ല, എന്താ പറയുക, കുറച്ച് ഗ്രേവി കൂടുതലായിട്ടുണ്ട്. നമുക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എന്താ പറയുക, 1ാം ക്ലാസ് മുതൽ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയതാണ്. അമ്മയാണ് അതിന് മൊത്തം സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. കട്ടാക്കി ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വേഗം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ സാധനം ഏച്ചി എടുത്തില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ കട്ടാക്കിയ. ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. കുറച്ച് നേരം മൂടി വെക്കാം. കുറച്ച് നേരം ആടി നിൽക്കട്ടെ. അപ്പം നമുക്ക് ചിക്കൻ ആയോ നോക്കാം. ആയി വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്.
ചിക്കൻ വെന്തോ നോക്കാം. കുറച്ചും കൂടി വേണ്ട കേട്ടോ. കുറച്ച് നേരം കൂടി മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്തോ കുറച്ച് നേരം ദം ഇട്ടിക്കേ. അപ്പോൾ അടിപൊളി ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സത്യം പറയാട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനിയും ലൈക്ക് കിട്ടിയാൽ ഇനിയും കുറച്ചും കൂടി വീഡിയോസ് ഞാൻ കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. പിന്നെ എന്നാലേ ബായ് ബായ്. എന്നാൽ പോട്ടെ.